ക്യൂസ് എന്റർടൈൻമെന്റ് ബാനറിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി 2024 പുറത്തിറങ്ങി തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ. ബീഹാറിൽ നിന്നുമടക്കം വലിയ കളക്ഷൻ നേടിയ മാർക്കോ വയലൻസ് ആക്ഷൻ ചിത്രങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് മോളിവുഡിൽ തുറന്നു നൽകിയത്. ഇതേ പാറ്റേണിൽ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മെയ് 28-ന് തിയേറ്ററിലെത്തിയ കാട്ടാളൻ. ആന്റണി വർഗീസ് എന്ന ആക്ഷൻ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ പേരുകേട്ട യുവനടനെ നായകനാക്കി ഒരുക്കിയ ചിത്രം താരത്തിന്റെ കരയിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിലാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ചിത്രത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് സാധിക്കാതെ പോവുകയും പ്രേക്ഷകരിൽ നിന്ന് നെഗറ്റീവ് റിവ്യൂ ലഭിക്കുകയുമായിരുന്നു. ഇതോടെ ഓപ്പണിംഗ് ദിനത്തിൽ നിന്നും വ്യത്യസ്തമായി ബോക്സ് ഓഫീസിൽ ചിത്രം കൂപ്പുകുത്തുന്ന കാഴ്ചയായിരുന്നു പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. വമ്പൻ ആക്ഷൻ ചിത്രമെന്ന ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രം ഓപ്പണിംഗ് ദിനത്തിൽ 7 കോടിയോളം നേടി ആന്റണി വർഗീസിന്റെ കരിയറിലെ മികച്ച ആദ്യ ദിന കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആദ്യ ദിനത്തിൽ കിട്ടിയ ഓപ്പണിംഗ് മുതലാക്കാൻ ചിത്രത്തിന് സാധിച്ചിരുന്നില്ല. ആദ്യ ദിനം 3.5 കോടിയിലധികം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് തൊട്ടടുത്ത ദിവസം നേടാനായത് 51 ലക്ഷം മാത്രമാണ്. ഈ വലിയൊരു കുതിപ്പ് കുത്തുന്ന കാഴ്ചയാണ് സാക്ഷ്യം വഹിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ കേരളത്തിൽ നിന്ന് 1 കോടി മാർക്ക് എന്ന കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിനോടൊപ്പം ദൃശ്യം 3ക്ക് ലഭിക്കുന്ന ജനപ്രീതിയും തമിഴ് ഫാമിലി ആക്ഷൻ ചിത്രമായ ബ്ലാസ്റ്റ് ദിവസം തോറും ഷോകൾ വർദ്ധിപ്പിക്കുന്നതും ചെയ്തതോടെ കാട്ടാലം പ്രതിസന്ധിയിലാകുകയായിരുന്നു. ഇപ്പോഴിതാ ചിത്രമിറങ്ങി ആറാം ദിവസത്തെ ചിത്രത്തിന് 13 ലക്ഷം മാത്രമാണ് നേടാനായത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആഗോള തലത്തിലാവട്ടെ ചിത്രം ആകെ നേടിയത് 10 കോടിക്കടുത്ത് മാത്രമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബഡ്ജറ്റും സ്കെയിലും കണക്കിലെടുത്ത് വലിയ പരാജയമായി ചിത്രം മാറുകയാണെന്ന സിനിമാ പ്രേമികളുടെ നിരീക്ഷണം.